അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്ന എത്രയുള്ളൂ? ഇഫ് ബൈ സെല്ലിംഗ് 110 മാംഗോസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 120 മാംഗോസ് ഈസ് റിയലൈസ് ദ ഗെയിൻ പെർസെൻറ്റേജ്. ഇവിടെ 110 മാമ്പഴങ്ങൾ വിറ്റ വില എന്ന് പറയുന്നത്, അത് വിൽക്കുമ്പോൾ വില എന്ന് പറയുന്നത് അത് 120 മാങ്ങയുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണെന്നാണ്. അതായത് 110 മാംഗോ അത് വിറ്റ വില, ഒരു മാംഗോ വിറ്റ വില SP ആണ് രീതിയിൽ, സെല്ലിംഗ് പ്രൈസ് എന്ന രീതിയിൽ SP ആണെങ്കിൽ 110 മാങ്ങ വിറ്റ വില 110 SP അല്ലേ. അത് എന്ന് പറയുന്നത് 120 മാങ്ങയുടെ വാങ്ങിയ വിലയ്ക്ക് വില. അപ്പോൾ ഒരു മാങ്ങയുടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് CP ആയിട്ട് എടുക്കുകയാണെങ്കിൽ 120 മാങ്ങയുടെ വാങ്ങിയ വില എത്ര? 120 CP. അപ്പോൾ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 110 SP എന്ന് പറയുന്നത് 120 CP തുല്യം. ഇനി നമ്മളിവിടെ SP യും CP നമ്മൾ റേഷ്യോ എടുക്കുക, അതാണ് വിലയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഈ CP അങ്ങോട്ടുണ്ട്, ഈ 110 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ SP ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ CP ഇവിടെ ഇൻറ്റു CP അങ്ങോട്ട് കൊണ്ടുമ്പോൾ ഡിവൈഡ് ബൈ CP എന്നാവും. ഇനി 110 അങ്ങോട്ട് കൊണ്ടുമ്പോൾ 120 ഓൾറെഡി അവിടെ ഉണ്ട്, 110 അങ്ങോട്ട് കൊണ്ടുമ്പോൾ അടിയിൽ 110 വരും. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ വെട്ടി ചെറുതാക്കി ചെറുതാക്കി എടുക്കുക, കാരണം പെട്ടെന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 12 പോയി, ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ സ്ഥലത്തല്ലേ 12 കിട്ടി, കോസ്റ്റ് പ്രൈസിൻ്റെ അടുത്തല്ലേ 11 കിട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ വിറ്റ വിലയും വാങ്ങിയ വിലയും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിറ്റ വില SP എന്ന് പറയുന്നത് 12 ആയിട്ട് എടുക്കുന്നു, വാങ്ങിയ വില നമ്മൾ എന്ത് എടുക്കുന്നു? 11 ആയിട്ട് എടുക്കുന്നു. ഇനി ഇവിടെ ലാഭം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ വാങ്ങിയത് 11 രൂപയ്ക്ക്, വിറ്റത് എത്രയാണ്? 12 രൂപയ്ക്ക്. അപ്പോൾ ലാഭം കാണാം, നമുക്ക് 1 രൂപയാണല്ലോ ഇവിടെ ലാഭം കിട്ടിയില്ല. 11 രൂപയ്ക്ക് വാങ്ങി 12 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 രൂപ ലാഭം കിട്ടി. ലാഭശതമാനം കാണാം വാങ്ങിയ വിലയുമായിട്ടാണ്. അപ്പോൾ വാങ്ങിയ വില എത്ര? 11 ആണ്. അപ്പോൾ അത് ഇൻറ്റു 100 ചെയ്യുന്നു. ഇല്ല, ഇവിടെ ലാഭം കിട്ടിയ 1, അത് 11ൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 11 ആണ്, ലാഭം കിട്ടിയ 1 ആണ്. 1/11 ഇൻറ്റു 100. ഈ 100നെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 9/1/11 ആണ്. 9/11 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ A ആയിട്ട് ഒരു 9/1/11%. ഇതറിയാത്തവരുണ്ടെങ്കിൽ, ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്ന ഇക്വേഷൻ. അറിയാത്തവരെ പഠിക്കുക. അതാണ് ഇവിടെ പ്രോഫിറ്റ് ആണ് 1 രൂപ, കാരണം 11 രൂപയ്ക്ക് വാങ്ങി 12 രൂപയ്ക്ക് വിറ്റ 1 രൂപയാണ് പ്രോഫിറ്റ്. അത് എത്ര ശതമാനമാണ് കാൽക്കുലേറ്റ് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയുമായിട്ടാണ്. അതാണ് അടിയിൽ കൊടുത്ത 11. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത